Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier sine integral of f of x is equal to sin x if 0 less than x less than pi. 0 if x greater than pi. ഇത് ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ച Fourier sine integral ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Fourier sine integralന്റെ ഫോർമുല അറിയുന്നതാണ്. Fourier sine integral. Fourier sine integral. Fourier sine integral formula f of x is equal to 1 by pi integral 0 to infinity b lambda sin lambda x d lambda. ഇതാണ് Fourier sine integral ഫോർമുല. ആദ്യം നമ്മൾ Fourier sine integral ഫോർമുല എഴുതുക. 1 by pi integral 0 to infinity b lambda sin lambda x d lambda. ഇനി b lambda കാൽക്കുലേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b lambda ഫോർമുല എന്താണ്? B lambda is equal to 2 times 0 to infinity f of t sin lambda t dt. ഇതാണ് ഫോർമുല f of t sin lambda t dt. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് b ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Fourier sine integral. Fourier sine integral. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് this is equal to 2 times 0 to infinity. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x ആണ്. നമുക്ക് വേണ്ടത് f of t ആണ്. അപ്പൊ എക്സിനെ t റീപ്ലേസ് ചെയ്യുമ്പോൾ f of t equal to sin x if 0 less than t less than pi, 0 if t greater than pi. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ f of t equal to sin x if 0 less than t less than pi, 0 if t greater than pi. അപ്പൊ f of t ക്ക് വരെ എന്ത് കൊടുക്കും? നമ്മൾ sin t കൊടുക്കും. sin t sin lambda t dt. ഇനി നമ്മൾ എന്ത് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രൽ 0 to infinity ഇവിടെ നമുക്ക് ഈ 2 അകത്തോട്ട് എടുക്കുമ്പോൾ 2 sin t sin lambda t dt ഇങ്ങനെ പറയും. 2 sin t sin 2 sin t sin lambda t. ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് അറിയാം. 2 sin a sin b. എന്താണ് 2 sin a sin b? cos a minus b minus cos a plus. ഇതാണ് ഫോർമുല. 2 sin a sin b യുടെ ഫോർമുല എന്താണ്? cos a minus b minus cos a plus b. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? 0 to infinity ഇവിടെ 2 sin a sin b. എയുടെ സ്ഥാനത്ത് എന്താണ്? t ആണ്. b യുടെ സ്ഥാനത്ത് എന്താണ്? lambda t ആണ്. അപ്പൊ നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ cos t minus lambda t, t minus lambda t minus cos t plus lambda. Then dt. ഇത് നമുക്ക് അതിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ ഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു. This is equal to integral 0 to infinity ഇവിടെ cos 1 minus lambda into t minus cos 1 plus lambda into t. അപ്പൊ ഇവിടെ t minus lambda t എന്ത് പുറത്തെടുത്തു? 1 minus lambda into t. ഇവിടെ t plus lambda t എന്ന് പുറത്ത് 1 plus lambda into t. ഇനി നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതിലേക്ക്? കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 1 minus lambda t divided by 1 minus lambda minus sin 1 plus lambda into t divided by 1 plus lambda. 0 to ഇവിടെ ലിമിറ്റ് എന്താണ്? t യുടെ ലിമിറ്റ് വന്നിരിക്കുന്നത് 0 to pi ലെ ഫംഗ്ഷന്റെ വാല്യൂ sin t ആണ്. x greater than pi ലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക് പൈ എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ പൈ എന്ന് കൊടുക്കും. അപ്പൊ 0 to pi ലെ ഫംഗ്ഷന്റെ വാല്യൂ 0 to pi ലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? sin t ആണ്. ഇവിടെ നമ്മൾ പൈ കൊടുത്തു. ഇവിടെ നമ്മൾ പൈ. All other cases function value will be 0. അപ്പോ 0 to pi ല് മാത്രമേ ഫംഗ്ഷൻ വാല്യൂ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ? sin t ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമ്മുടെ 0 to infinity എന്നുള്ള ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എന്നുള്ള വലിയ ഇന്റർവെൽ ചുരുങ്ങി എങ്ങനെ വന്നു? 0 to pi ആയിട്ട് മാറി. ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് pi ആയിട്ട് വന്നു. കാരണം എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to pi ലെ ഫംഗ്ഷന്റെ വാല്യൂ sin x ആണ്. x greater than pi ലെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 to infinity എന്നുള്ള ഫോർമുല നമ്മുടെ ഫോർമുല 0 to infinity എന്നാണ്. ലോവർ ലിമിറ്റ് 0 തന്നെയാണ്. അപ്പർ ലിമിറ്റ് എന്ത് വന്നു? pi വന്നു. ഇനി നമ്മൾ pi ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതിലേക്ക് സൈൻ 1 മൈനസ് ലാംഡ ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ സൈൻ 1 പ്ലസ് ലാംഡ ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ടിക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 0 വരും. സൈൻ 0 വന്നാൽ അതിന്റെ ആൻസർ എത്രയാണ്? 0. അപ്പൊ ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുത്താൽ 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റിന്റെ ആൻസർ എന്താണ്? സൈൻ 1 മൈനസ് ലാംഡ ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ മൈനസ് സൈൻ 1 പ്ലസ് ലാംഡ ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ലാംഡ. അത് നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യും. ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് ലാംഡ പൈ by 1 minus lambda minus sin pi plus lambda pi divided by 1 plus lambda. ഇത് നോക്കാം, നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഏതാണിത്? സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റയാണ്. അതുപോലെ സൈൻ പൈ പ്ലസ് തീറ്റ ആണെങ്കിലോ മൈനസ് സൈൻ തീറ്റയാണ്. ഇത് നമ്മൾ +2 പഠിച്ച ഫോർമുലയാണ്. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. സൈൻ പൈ പ്ലസ് തീറ്റ ആകുമ്പോൾ സൈൻ പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ വരും. സൈൻ പൈ പ്ലസ് തീറ്റ വരുമ്പോൾ തേർഡ് ക്വാഡ്രന്റിലേക്ക് അടുക്കും. അപ്പൊ നമുക്ക് മൈനസ് സൈൻ തീറ്റ കിട്ടും. മൈനസ് സൈൻ തീറ്റ ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? സൈൻ പൈ മൈനസ് ലാംഡ പൈ എന്നുള്ളത് സൈൻ ലാംഡ പൈ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ മൈനസ് ഇവിടെ നമുക്ക് എന്ത് വരും? ഒരു മൈനസ് അഡീഷൻ ആയിട്ട് വരും. മൈനസ് സൈൻ ലാംഡ പൈ divided by 1 plus ഇവിടെ നമ്മള് ഇവിടെ സൈൻ പൈ മൈനസ് തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഇവിടെ സൈൻ പൈ പ്ലസ് തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഇവിടെ മൈനസ് സൈൻ ലാംഡ പൈയും ഇവിടെ പ്ലസ് സൈൻ ലാംഡ പൈയും. That is equal to sin lambda pi divided by 1 minus lambda plus sin lambda pi divided by 1 plus lambda. ഇനി നമുക്ക് ഇതിന്റെ LCM കണ്ടിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത LCM ആണ്. LCM എന്താണെന്ന് നോക്കിയേ. ഇവിടെ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ. അപ്പൊ LCM നമുക്ക് എന്തെടുക്കാം? 1 സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ എടുക്കാം. 1 മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ലാംഡ സ്ക്വയർ. 1 മൈനസ് ലാംഡ സ്ക്വയർ ഇവിടെ നമുക്ക് 1 പ്ലസ് ലാംഡ ഇൻറ്റു സൈൻ ലാംഡ പൈ പ്ലസ് രണ്ടാമത്തെ കേസിൽ 1 മൈനസ് ലാംഡ ഇൻറ്റു സൈൻ ലാംഡ പൈ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ സൈൻ ലാംഡ പൈ പ്ലസ് ലാംഡ സൈൻ ലാംഡ പൈ പ്ലസ് സൈൻ ലാംഡ പൈ മൈനസ് ലാംഡ സൈൻ ലാംഡ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. ലാംഡ സൈൻ ലാംഡ പൈയും ലാംഡ സൈൻ ലാംഡ പൈ വെട്ടിക്കളയുമ്പോൾ 2 സൈൻ ലാംഡ പൈ divided by 1 minus lambda square. അപ്പോൾ നമുക്ക് ബി ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 sin lambda pi divided by 1 minus lambda square കിട്ടി. Therefore we can write the Fourier sine integral. Therefore Fourier sine integralന്റെ ആൻസർ എന്താണ്? Fourier sine integralന്റെ ആൻസർ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് integral 0 to infinity 1 by pi integral 0 to infinity b lambda value substitute ചെയ്യുന്നു 2 sin lambda pi divided by 1 minus lambda square sin lambda x d lambda. ഇതാണ് Fourier sine integral of f of x. Fourier sine integral. ഒന്നുകൂടി നമുക്ക് ആ 2 നമ്മൾ പുറത്തേക്ക് എഴുതുമ്പോൾ therefore നമുക്ക് ഇങ്ങനെ എഴുതാം. This is equal to 2 by pi integral 0 to infinity sin lambda pi divided by 1 minus lambda square sin lambda x d lambda. This is Fourier sine integral of the function. So Fourier sine integral നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ അവസാനത്തെ ആൻസർ എന്താണ്? 2 by pi 0 to infinity sin lambda pi by 1 minus lambda square sin lambda x d lambda. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താണ് ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല? f of x is equal to 1 by pi integral 0 to infinity b lambda sin lambda x d lambda. b lambda sin lambda x d lambda. ഈ b lambda നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം.
ബി ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? 2 times 0 to infinity f of t sin lambda t dt. ഇതിൽ എഫ് ഓഫ് ടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ആ എക്സ് റീപ്ലേസ് ടി കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി കിട്ടും. എഫ് ഓഫ് ടി എന്താ കിട്ടുന്നത്? സൈൻ ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? സൈൻ എക്സ് ആണ്. ഓൾ ഓവർ കേസസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് ഒരു ടി കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈയിലെ ഫംഗ്ഷന്റെ വാല്യൂ സൈൻ ടി എടുക്കുക. ഓൾ ഓവർ കേസസ് ഫംഗ്ഷൻ വാല്യൂ 0. അപ്പൊ നമ്മുടെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ആവും, അപ്പർ ലിമിറ്റ് എന്താവും? പൈ ആവും. അപ്പൊ 0 to പൈ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഏതാണ്? 2 sin a sin b. എന്താണ് 2 sin a sin b? cos a minus b minus cos a plus b. 2 sin a sin b യുടെ ഫോർമുല cos a minus b minus cos a plus b ആണ്. ആ ട്രിഗണോമെട്രിക് ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആ ട്രിഗണോമെട്രിക് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് എന്ത് വരും? cos 1 minus lambda into t minus cos 1 plus lambda into t dt വരും. ഇനി അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസിന്റെ ഇന്റഗ്രേഷൻ കൊടുക്കാം. ഇന്റഗ്രേഷൻ ചെയ്തതിനു ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 2 sin lambda pi by 1 minus lambda square. അപ്പൊ ബി ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോറിയർ സൈൻ ഇന്റഗ്രലിലെ ബി ലാംഡയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്? f of x equal to 2 by pi integral 0 to infinity sin lambda pi by 1 minus lambda square sin lambda x d lambda. ഇത് എന്ന് ചോദിച്ച ചോദ്യമാണ്. ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.